ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. പ്രൊവോക്ഡ് എന്ന ഒരു ഹിന്ദി സിനിമ. ഐശ്വര്യ റോയി മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ കഥ നടക്കുന്നത് ലണ്ടനിലാണ്. 10 വർഷത്തെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിൽ നിന്നും കടുത്ത പീഡനം അനുഭവിച്ച നായിക ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. തുടർന്ന് ഭർത്താവ് മരിക്കുന്നു. മർഡർ കുറ്റം ചുമത്തി നായിക ജയിലിൽ അടയ്ക്കപ്പെടുന്നു. തുടർന്ന് പ്രൊവോക്കേഷൻ എന്ന ഡിഫൻസ് എടുത്ത് നായികയെ കുറ്റവിമുക്തയാക്കുന്നു. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ? പ്രൊവോക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം. പ്രൊവോക്കേഷൻ എന്നാൽ ഒരാൾക്ക് പെട്ടെന്ന് കടുത്ത മാനസിക വികാരം, കോപം, ഭയം, അപമാനം, അത്തരം പ്രകോപനത്തിൻ്റെ ഫലമായി തൽക്ഷണം സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുത്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ കുറയ്ക്കുവാൻ സഹായിക്കും. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 300 എക്സെപ്ഷൻ 1 ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ മൂലം കൊല നടത്തിയാൽ അത് മർഡർ അല്ല. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ സെക്ഷൻ 304, BNSS സെക്ഷൻ 101 എക്സെപ്ഷൻ 1 പ്രകാരവും സമാനമായ വ്യവസ്ഥയാണ് ഉള്ളത്. ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ഇനി പ്രൊവോക്കേഷൻ കോടതി എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. 1. പ്രകോപനം പെട്ടെന്നുണ്ടായാൽ. 2. കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ടോ? പ്രതി ആലോചിച്ച് ചെയ്തതാണോ? സാധാരണ വ്യക്തി അങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെ വിലയിരുത്തും. കൂളിംഗ് ഓഫ് പീരീഡ് എന്താണെന്നല്ലേ പറയാം. പെട്ടെന്ന് പ്രകോപനമുണ്ടാകുന്നു. ശാന്തനാകാൻ സമയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവോക്കേഷൻ ഡിഫൻസ് നിലനിൽക്കില്ല. ഉടനെ തന്നെ സംഭവം നടന്നാൽ പ്രൊവോക്കേഷൻ അംഗീകരിക്കാം. ഭാര്യയുടെ പ്രവൃത്തി വ്യഭിചാരമോ മറ്റോ ആണെന്നിരിക്കട്ടെ, ഭർത്താവിന് പ്രകോപനമുണ്ടായി ഉടനെ കൊല നടന്നാൽ പ്രൊവോക്കേഷന് സാധ്യതയുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിൽ പ്രൊവോക്കേഷൻ നിലനിൽക്കില്ല. പഴയ വൈരാഗ്യം, ആസൂത്രിത പ്രതികാരം, ചെറിയ വാക്കുതർക്കം, സ്വയം സൃഷ്ടിച്ച പ്രകോപനം ഇവയൊന്നും പ്രൊവോക്കേഷൻ അംഗീകരിക്കപ്പെടില്ല. പ്രൊവോക്കേഷൻ ഒരു ഡിഫൻസ് മാത്രമാണ്. ഓരോ കേസിൻ്റെയും വസ്തുതകൾ പരിഗണിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക. കൂളിംഗ് ഓഫ് പീരീഡ് പ്രധാനമായും നോക്കും. ഈ വിഷയത്തെ സംബന്ധിക്കുന്ന സംശയങ്ങൾക്കും വിശദീകരണങ്ങൾക്കും മെസ്സേജുകൾ അയയ്ക്കുക. ആമീസ് വേൾഡ് 2025 തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.